നിയമവിദഗ്ധൻ ഡോക്ടർ രാംകുമാർ സാറിലേക്കാണ്. ശ്രീ രാംകുമാർ സാർ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ പരീക്ഷാ ചോദ്യപേപ്പർ തടയുന്നതിന് ഒരു നിയമം ഉണ്ടായിട്ടുണ്ടോ അങ്ങയുടെ ശ്രദ്ധയിൽ? തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് പരീക്ഷാ ചോർച്ച, ചോദ്യപേപ്പർ ചേർച്ച എന്ന നിരന്തരമുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഗഹനമായ നിയമനിർമ്മാണം രാജ്യത്ത് ആദ്യമായിട്ടാണ്. അത് വളരെ സ്വാഗതാർഹമായൊരു തീരുമാനം. കാരണം പരീക്ഷയ്ക്ക് എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭാവിയെ മുഴുവൻ ബാധിക്കും. നാളത്തെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നിർഭാഗ്യവശാൽ വിദേശത്തുള്ള പോലെ ജോലി എടുത്തുകൊണ്ട് പഠിക്കാനുള്ള സംവിധാനം ഈ രാജ്യത്തില്ല. അതുകൊണ്ടാണ് ഞാനൊരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് വിദ്യാർത്ഥികളുടെ സമരമാണെങ്കിൽ ഇത്രയും വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെ കാശ് കൊടുത്ത് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ എത്തണമെങ്കിൽ എത്ര ലക്ഷം രൂപ രക്ഷിതാക്കൾക്ക് ചിലവുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ യാത്രയും അവരുടെ ഭക്ഷണവും അവരുടെ മറ്റ് സൗകര്യങ്ങളും സംവിധാനം ചെയ്യുന്ന മറ്റേതോ നിഗൂഢ സംഘടനകൾ ഈ സമരത്തിൻ്റെ പിന്നിലുണ്ട്. ഈ വിദ്യാർത്ഥികൾ മുഴുവൻ സ്വന്തം അച്ഛനമ്മമാരുടെ കാശ് ചിലവാക്കിയിട്ടാണോ ജമ്മു കാശ്മീരിൽ നിന്നും പാട്നയിൽ നിന്നും അലഹബാദിൽ നിന്നും ഡൽഹി ജന്തർ മന്ദിറിൽ എത്തിയത്? അങ്ങനെയാണെങ്കിൽ രക്ഷിതാക്കൾ മുടിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഈ വിദ്യാർത്ഥികളുടെ മറ പിടിച്ചുകൊണ്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു സമ്പ്രദായം നടക്കുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സർക്കാരിനുള്ള താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഒരു നിയമനിർമ്മാണത്തിന് വന്നത്. ഇതിൽ ആർക്കും താല്പര്യമില്ല. അങ്ങനെ ഒരു നിയമനിർമ്മാണം ചർച്ച ചെയ്യുമ്പോൾ പാർലമെൻറ്റിൽ സന്നിഹിതനാവാൻ പോലും പ്രതിപക്ഷ കക്ഷികൾ തയ്യാറായിട്ടില്ല. കാരണം അവരുടെ ലക്ഷ്യം വേറെയാണ്. ഇതുപോലൊരു നിയമനിർമ്മാണം വന്നാൽ ഇതിൻ്റെ ഒരു പുനരാവർത്തനം തടയാൻ സാധിക്കും. നീറ്റ് പരീക്ഷയിലുണ്ടായത് തീർച്ചയായിട്ടും നിർഭാഗ്യകരമായ സംഭവം തന്നെയാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുകയും അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്യുന്ന സംഭവം തന്നെയാണ്. അതിന് കുറ്റം പറയുന്നതിന് പകരം പരിഹാര മാർഗം നിർദ്ദേശിക്കാൻ ആരും എന്താ മുന്നോട്ട് വരാത്തത്? ഇത് ആദ്യത്തെ തവണയല്ലേ, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നതിന് ക്ഷമിക്കണം. ഇതിനു മുമ്പും ചോദ്യപേപ്പർ ചർച്ച ഉണ്ടായിട്ടുണ്ട്. അന്ന് ആരും മന്ത്രി രാജിവെച്ച പരിഹാരമാകും എന്ന പരിഹാസ്യമായ നിലപാടെടുത്തിട്ടില്ല. അതല്ല പരിഹാരം. ഇനി ഒരിക്കലും ചോദ്യപേപ്പർ ചർച്ച ഉണ്ടാകരുത്. നമ്മുടെ കുട്ടികളുടെ ഭാവി അപകടത്തിലാവരുത്. കഷ്ടപ്പെട്ട് പഠിച്ച് ഉറക്കമിളച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി അനിശ്ചിതമാക്കുന്ന നടപടികൾ ആരിൽ നിന്നുണ്ടാകാൻ പാടില്ല. നിർഭാഗ്യവശാൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ പ്രൊഫസർമാരും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണെന്ന് മാധ്യമ വാർത്തകളുണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. അവരുടെ പേരിലാണ് പല സ്ഥലത്തും കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാർഗദർശികളാകുന്ന അധ്യാപകരാണ് ഈ കാര്യത്തിൽ കുറ്റക്കാർ എന്നാണ് വെളിയിൽ വരുന്നത്. അപ്പോൾ അതിൽ നിന്നും വളരെ വ്യക്തമാണ് ഇത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ചില സ്വകാര്യ ഏജൻസികൾ ഉണ്ടായിരിക്കാം. ഇതിന് പരിഹാരം എന്താണ്? ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കുകയില്ല എന്ന ശക്തമായ ഗഹനമായ ബൃഹത്തായ നിയമനിർമ്മാണം അതാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചത്. ഇത് ആദ്യത്തെ കാൽവെപ്പാണെങ്കിലും ഏറ്റവും സ്വാഗതാർഹമായ കാൽവെപ്പാണ്. ഇനിയൊരു ചോദ്യപേപ്പർ ചോർച്ച ഈ രാജ്യത്ത് ഉണ്ടാകരുതെന്നാണ് നിയമത്തിൻ്റെ ലക്ഷ്യം. ഇവിടെ ഏത് നിയമവും ലംഘിക്കപ്പെടും, ഏത് നിയമവും വിമർശിക്കപ്പെടും. അതായിക്കോട്ടെ, അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. കാരണം അഭിപ്രായം വിഭിന്ന രീതിയിലുള്ളത് പറയാനും പുറത്തെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അവർ പറഞ്ഞോട്ടെ. പക്ഷേ രാജ്യ താൽപ്പര്യത്തിന് ഉതകുന്ന ഒരു നിയമനിർമ്മാണം വരുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് രാജ്യവിരുദ്ധമായ സമീപനമാണ്, സ്വാർത്ഥപരമായ സമീപനമാണ്, ചുരുക്കം ചില രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമീപനമാണ്. ആ സമീപനം ഒഴിവാക്കി ഇതിന് ശാശ്വതമായൊരു പരിഹാരം വേണം എന്ന് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് മനസ്സിലുള്ളതെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾ അതിന് മുന്നോട്ട് വരണം. യെസ്.